പ്രിറ്റൻഡ് പ്ലേ. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് പ്രിറ്റൻഡ് പ്ലേ. എവിടെ ചെന്നാൽ എല്ലാവരും ചോദിക്കും, കുഞ്ഞിങ്ങനെ പ്രിറ്റൻഡ് പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? എന്നാൽ പ്രിറ്റൻഡ് പ്ലേ നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പത്തിലും ഇഷ്ടം പോലെ കളിച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്ലേ ആണ് പ്രിറ്റൻഡ് പ്ലേ. കുഞ്ഞിലെ നമ്മള് മണ്ണപ്പം ചുട്ട് കഞ്ഞി കറിയൊക്കെ വെച്ച് കളിക്കുന്നത്, അതുപോലെ തന്നെ അമ്മമാർ ഒരുങ്ങുന്ന പോലെ ഒരുങ്ങി ബാഗൊക്കെ ഇട്ട് നടക്കുക, ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ടീച്ചറാന്ന് പറഞ്ഞ് എല്ലാവരെയും ഇരുത്തി പഠിപ്പിക്കുക, ഡോക്ടേഴ്സിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രിറ്റൻഡ് പ്ലേ എന്ന് നമ്മൾ പറയും. അതായത് ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം അവൻ അവന്റെ ലൈഫിൽ അത് സങ്കല്പിച്ച് അതിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, അതാണ് പ്രിറ്റൻഡ് പ്ലേ. ആന്റി വെച്ച് തരാം. ചെയറും ഇത് ഗുഡ്. ചെയറും ടേബിൾ. വെരി ഗുഡ്. വെച്ചു. And this is Atus. ഇത് നമ്മൾ കളിക്കുന്ന റോക്കിംഗ് ഹോഴ്സ് അല്ലേ? റോക്കിംഗ് ഹോഴ്സ്. നമ്മൾ കളിക്കുന്ന റോക്കിംഗ് ഹോഴ്സ്. ഇവിടെ ബേബി എന്നാ? ബേബി sleep on the bed. Baby sleep ചെയ്യണം. ബേബി sleep. പ്രിറ്റൻഡ് പ്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് എ പ്ലേ, ഇറ്റ്സ് മോർ ബിക്കോസ് ഇറ്റ്സ് എ ഹയർ കോഗ്നിറ്റീവ് ടാസ്ക്. അതായത് ഒരു കാര്യം കണ്ട് അത് വന്ന് ഇമിറ്റേറ്റ് ചെയ്യുക, ഇല്ലേ അതിനെ സങ്കല്പിച്ച് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഒരു സങ്കല്പികമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്ലേ, ഇറ്റ്സ് എ ഹയർ കോഗ്നിറ്റീവ് ടാസ്ക് ഇറ്റ്സെൽഫ്. സോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലും ധാരാളമായ എക്സ്പീരിയൻസസ് കൊടുക്കുക. ആ എക്സ്പീരിയൻസസ് കണ്ട് അവര് പ്രിറ്റൻഡ് പ്ലേ, ജസ്റ്റ് നമുക്ക് പ്രിറ്റൻഡ് പ്ലേ ചെയ്തോ എന്ന് ചോദിച്ച് നമുക്ക് ഒരിക്കലും ഒരു അസസ്മെന്റ് എടുക്കാൻ പറ്റില്ല. ഈ ഒരു കുഞ്ഞ് ആ സാഹചര്യത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് അതിനെ കുറിച്ച് ഒരു പ്രിറ്റൻഡ് ആയിട്ടുള്ള ഒരു പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി അറ്റ് സ്പാർക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മൾ അതുപോലത്തെ ഇഷ്ടംപോലെ പ്രിറ്റൻഡ് പ്ലേസ് അവന്റെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ കൊടുക്കാം.